ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളൊന്നും ചെയ്യുന്നില്ലേ. കേട്ടോ, ഇത് പനിയാരം അങ്ങനെ പല രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ അക്ക ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ? കുറച്ച് നേരം ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടികളാണ്. മച്ചാന്മാരെ, ഇടുക്കി പെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തമിഴ്നാട്ടിലാണ്, ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. 3 പേരുണ്ട്. ഇത് ഡൂപ്ലേ, ഇത് നമ്മുടെ അനൂപിയേട്ടൻ, ഇത് കുക്കു, കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. തലൈവൻ. അങ്ങനെ ഞങ്ങള് കമ്പം ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് രണ്ടുപേരും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. അവരെന്താ തെങ്ങുംതടി ഇറക്കുന്ന കാര്യം എന്തൊക്കെ ചോദിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയേക്കുക. അങ്ങനെ ഇപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണേ. ഹോട്ടൽ തട്ടി വിലാസ് 1975 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എന്ത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന ആലോചനയിലാണ് എല്ലാവരും. ഞാനും അനൂപിയേട്ടനും ഊണ് ഓർഡർ കൊടുത്തു. അവർ രണ്ടുപേരും ഓരോ ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. കുക്കു അണ്ണനോട് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അണ്ണൻ്റെ ബാല്യം പകച്ചുപോയി. അതെന്നാന്ന് ചോദിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ അകത്തേക്ക് പോയേക്കുവാണ്. ഞങ്ങൾ കമ്പത്ത് നേരെ ചുരുളിപ്പെട്ടി പോകാനുള്ള പരിപാടിയാണേ. അപ്പം പോകുന്ന വഴിക്ക് ഒരു പാടമൊക്കെ ഉണ്ട്. അവിടെ ഒരു കുറച്ച് നേരം ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടികളാണ്. നമ്മുടെ നാട്ടിലെ വെള്ളമാണേ, ഒഴുകുന്നുണ്ടോ? ഈ വെള്ളം ഒഴുകിയാണ് നമുക്കിവിടെ അടിപൊളിയായിട്ട് നെല്ലുകൾ കണ്ടോ. നല്ല മനോഹരമായ ഒരു പാടശേഖരം. കാളവണ്ടികൾ ഓടി വരുന്ന കണ്ടോ. നമ്മുടെ നാടിന് അന്യമായ മനോഹരമായൊരു കാഴ്ച. അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇനി ചുരുളിപ്പട്ടിക്ക് പോകണം. ഇവിടെ അന്വേഷിച്ചപ്പം അവിടെ വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും വന്നതല്ലേ, നമുക്ക് പോകാം, മുമ്പോട്ട് പോകാം. കണ്ടോ, പോകുന്ന വഴിയിൽ കരിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാം. മാങ്ങപ്പഴമുണ്ട്, നെല്ലിക്ക ഉണ്ട്, സകല സാധനങ്ങളുണ്ട്. ചക്ക വരെ ഉണ്ട്. നമുക്ക് വേണ്ടാത്ത ചക്ക ഇവർ അടിപൊളിയായിട്ട് ഇവിടെ കൊണ്ട് സെറ്റാക്കുന്നു. കണ്ടോ, ഇത് പനിയാരം അങ്ങനെ പല രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ അക്ക ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുരുളി വാട്ടർഫാൾസിലേക്കുള്ള കാട്ടിക്കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങ് വരെ പോകുന്നില്ല, കാരണം അവിടെ വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം കാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ കുറച്ച് പകർത്തിയിട്ട് തിരിച്ചു വരാം. കുറച്ച് ദൂരം ഈ വഴിയൊക്കെ നടന്നിട്ട് തിരിച്ചു വരാം. അത്യാവശ്യം നല്ല ഡെൻസ് ഫോറസ്റ്റാണ് കേട്ടോ. മൃഗങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അളിയാ, നിന്റെ ഒരു വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളൊന്നും ചെയ്യുന്നില്ലേ. കണ്ടോ, അവൻ കഴിക്കുന്നുണ്ടോ? പയറോ എന്തോ സാധനമാണ്. കാട്ടിൽ നിന്ന് പറിച്ച് അടിച്ചോണ്ടിരിക്കുവാൻ. മച്ചാനെ, മച്ചാനെ ഇങ്ങോട്ട് നോക്കിയടാ. മച്ചാന്മാരെ, ഒരു വാനര ഫാമിലി കേട്ടോ. ഒരു ഗ്യാങ് അവിടെ മുളയരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തലവനാന്ന് തോന്നുന്നു. അവർക്ക് കാവൽ നിൽക്കുന്ന കണ്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ മൈൻഡ് മാറി. കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ പോവുകയാണേ. അവിടെ മുകളിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഇല്ല, വെള്ളച്ചാട്ടം കാണാനുള്ള ഇല്ലയെന്ന്. എന്തായാലും സഞ്ചാരികൾ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വന്നതല്ലേന്ന് ഓർത്ത് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചേച്ചിമാർ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു കാട്ടരുവിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ നട കയറിയാൽ അതിൻ്റെ മുകളിൽ വെള്ളച്ചാട്ടമാണ്. അനൂപിയേട്ടനും ഡൂപ്ലയും കുറച്ച് വിശ്രമത്തിലാണ്.
അങ്ങനെ മടുക്കുന്ന ആളൊന്നുമല്ല അനുവേട്ടൻ. എന്തായാലും നമ്മൾ മുമ്പോട്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു വെള്ളച്ചാട്ടം കാണാനാണോ ഇവന്മാർ ഈ ബിൽഡപ്പൊക്കെ പിടിച്ച് വന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മച്ചന്മാരെ വെറുതെ പറയുമല്ല, മഴയുള്ള സമയത്ത് ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ആൾക്കാർക്ക് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഡെൻസ് ഫോറസ്റ്റാണ്, മലയാണ്, അതിൻ്റെ മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. ഞങ്ങൾ നേരെ മുന്തിരിപ്പാടത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ കരിമ്പിൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണേ. നല്ല ഐസൊക്കെ ഇട്ട് അടിപൊളി ഒരു കരിമ്പിൻ ജ്യൂസ്. കാരണം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഇഞ്ചിയൊക്കെ ചേർത്ത് നാരങ്ങാനീരൊക്കെ ചേർത്ത് നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ മുന്തിരിപ്പാടത്തേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ MSR ഗ്രേപ്പ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ രീതിയിൽ കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ആണെന്ന് തോന്നുന്നു, അതുപോലത്തെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. സ്കൈ സൈക്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ മുന്തിരികൾ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ. പിഞ്ചു മുന്തിരികൾക്കിടയിൽ ഫോട്ടോ എടുക്കുന്ന ശക്തന്മാരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് വാഗ്വേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ സ്കൈ സൈക്ലിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനേട്ടാ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ജവാജി അടിപൊളി. ഓക്കെ, നമ്മൾ ഇനിയും വരും ഇതുപോലെ. ഇനിയോ? നമ്മുടെ യാത്രകൾ തുറന്നോണ്ടിരിക്കുമല്ലേ. ഓക്കെ, പൊളിക്കും. അടിപൊളി. സാറേ, നമ്മുടെ യാത്രകൾ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ യാത്ര നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. നമ്മുടെ ചങ്ക് 3 പേര് ബ്രോ, അനൂപ് ജി, അതുപോലെ കുക്കുജി, ജവാജി, ഞങ്ങൾ 3 പേര് അടിപൊളി ട്രിപ്പായിരുന്നു. ഓക്കെ, നമ്മൾ ഇനിയും പോകും ഇതുപോലെ. ഇനിയും ഉണ്ടാകും അടുത്ത മാസം ഉടനെ തന്നെ. ഓക്കെ, കാണാം വീണ്ടും. കുക്കു, നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇനി നമ്മൾ വരും, അടിച്ചു പൊളിക്കും. കുഴപ്പമില്ലേ? അടിപൊളിയായിട്ട്. ഓക്കെ, മച്ചന്മാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പത്ത് നിന്നും നെടുങ്കണ്ടം വരുമ്പോഴത്തേക്കുള്ള റോഡിലൊരു സായാഹ്ന കാഴ്ചയാണ്. സൂര്യൻ അസ്തമയത്തോടടുക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. ഞങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മച്ചന്മാരെ, ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.